ശിവാനിക്ക് നിങ്ങൾ ആദ്യം വാങ്ങിച്ച ബർത്ത്ഡേ ഗിഫ്റ്റ് എന്താ? കൊടയാണ്. ശിവാനി കോളേജ് ബസ്സിലാണല്ലോ പോയത്. ആ കോളേജ് ബസ്സിന്റെ നമ്പർ പ്ലേറ്റിന്റെ നമ്പർ ശിവാനിയുടെ ഫോൺ നമ്പറിലെ ലാസ്റ്റ് ഡിജിറ്റ് അല്ല 3. ഓക്കെ. ശിവാനി രാവിലെ കുടിക്കുന്നത് എന്ത്? ലെമൺ വാട്ടർ ഒന്നല്ല, വെള്ളം. ഹലോ ഗൈസ്, നമ്മളിന്ന് ശിവാനി. ഹലോ ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്ലോട്ട്സ് വിത്ത് പർപ്പസ്. അതെ. അപ്പൊ നമ്മളിന്ന് എവിടെയാ? ശിവനല്ല, ഞങ്ങൾ ഹൈക്കോടതിയിലെ അദാലത്തിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും കയറിയേക്കാണ്. ചെയ്യാങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയേക്കാണ്. കുറച്ച് ആൾക്കാർ. ഹലോ ഗൈസ്. പക്ഷെ ഞാൻ പറയണതല്ലേ കേൾക്കുള്ളൂ. ക്ലാസ്സിലെ സുന്ദരന്മാർ സുന്ദരൻ മീശ മനസ്സിലായത് വലിയ മനസ്സ്. പാതിരാത്രി വിളിച്ച് പറയുന്നതാണ് ഹൈക്കോടതിയിൽ ഇന്റേൺഷിപ്പ് സെറ്റ് ആയെന്നാണ് ജോർജ് പറയുന്നത്. ക്ലാസ്സിൽ ആർക്കും ഇഷ്ടമില്ലെങ്കിലും ആന്റണി കെന്നത്തിന് എനിക്ക് ഭയങ്കര കാര്യം. അമ്മയുടെ നിറകുടവും വാഴകളുടെ പ്രിയനുമായ ആന്റണി കെന്നത്തിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ആന്റണി കെന്നത്ത് മണ്ണ് നൈറ്റ് വാക്കുകളില്ല. അതെ. കോടതിയില് അതായത് ഒരു രാജപരിവേഷം നമ്മൾ ഇന്നത്തെ ഇതിപ്പോ ഓസ്റ്റിന്റെ ചേച്ചിയുടെ ചെലവാണ് നിലവിലൂടെ നടക്കുന്നത്. അവന്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഹൈക്കോടതിന്റെ കല്യാണം ഓസ്റ്റിന്റെ ചെലവൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ചെലവ് വരാൻ നമ്മൾ ചെയ്യാമെങ്കിൽ തന്നെ ഓസ്റ്റിന്റെ ചേച്ചിയുടെ കല്യാണത്തിന്റെ ചെലവാണ് ഇവിടെ നടക്കണത്. ഓസ്റ്റിനാണ് നമുക്ക് കഴിക്കുന്നത്. ആദ്യത്തെ ഇത് വന്നിരിക്കുകയാണ് നിക്സൺ ഗെയിം. അപ്പൊ ഒരാളുടെ വന്നു, എല്ലാവരും വായിൽ വെള്ളമുണ്ട്. അത് വേറെ നല്ല വിശപ്പൊക്കെ ഉണ്ടേ. ഇങ്ങനെ ആൾക്കാർക്ക് എടുക്കാം. എന്താ ഗൈസ്, ഇതാണ് ചില്ലി പോർക്ക്. ഫോണൊന്നും വേണ്ട, കയ്യൊക്കെ വെച്ചാണ് പറക്കി എടുക്കുന്നത്. അഖിൽനാഥാണെങ്കിൽ ഇവിടൊന്നും ഇല്ലാതെ ഓരോന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഓരോ മൂല്യം തീറ്റകളായിട്ട് തുടങ്ങി. കണ്ടപ്പോഴൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മളുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. I love slots with purpose. ഹോട്ടലിലെ തീർന്നു. ചിക്കനാണത്. ഡിസംബർ 22-നായിരുന്നു ശ്രീന്റെ കല്യാണം. എന്റെ ക്ലാസ്മേറ്റിന് ഉപരി എന്റെ സബ്സ്ക്രൈബറും കൂടിയാണ്. മറ്റൊരു കാര്യം, എന്റെ ഫാൻസ് ആയിട്ട് എനിക്കൊരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് നടത്താൻ പറ്റി. ഇതിനൊരു വ്ളോഗ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഈ പിക്ചേഴ്സ് സ്ലൈഡ് ഷോ ആയിട്ട് കാണാം. ഫാൻസിന്റെ കാര്യം ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ, അൺസബ്സ്ക്രൈബ് ചെയ്യല്ലേ. നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ഞാൻ പൈസ ഒന്നും ചെലവാക്കില്ല, ഇവളെ കൊണ്ട് കുറെ ചെലവാക്കിക്കണം.
യെസ് ഞാൻ വണ്ടി എത്തി കഴിഞ്ഞിട്ട് ഏത് വ്ളോഗൊക്കെ എടുത്താൽ മതി. ഒത്തിരി പേടി കൂട്ടത്തിലാണ്. എനിക്ക് വല്ലപ്പോഴാണ് പാസഞ്ചേഴ്സ് പ്രിൻസസ് ആവാൻ ഇരിക്കാൻ ചാൻസ് കിട്ടാറ്. അതുകൊണ്ട് ഞാൻ ചാൻസ് കളയണില്ല. ഞാൻ മാക്സിമം ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പോവാം. പോട്ടെ. സത്യം പറഞ്ഞാൽ മാളും എനിക്ക് പെർമിഷൻ തന്നു അവൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ എനിക്ക് തുറന്നു നോക്കാമെന്ന്. തുറന്നു നോക്കിക്കോട്ടെ. വണ്ടി എടുക്കുന്ന മുമ്പ് അവള് പറഞ്ഞു തുറന്നു നോക്കിക്കോളാനൊക്കെ പറയും, ഹോളൊക്കെ ചെയ്തോളാൻ. ഇപ്പൊ പുള്ളിക്കാരി ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. ഹൈവേയിൽ വണ്ടി ഓടിക്കുമ്പോൾ സ്ട്രെസ്. നിനക്ക് ഇഷ്ടമുള്ള നിനക്ക് ഏതാ സൗകര്യം? വെൽക്കം ബാക്ക് ടു അനദർ ഡേ വിത്ത് സ്ലോട്ട്സ് വിത്ത് പർപ്പസ്. ഓക്കെ, ഈ വീഡിയോൻ്റെ കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ബേസിക്കലി എൻ്റെ കസിൻ സിസ്റ്റർ, ചെന്നൈയിൽ നിന്ന് വന്ന കസിൻ സിസ്റ്റർ നാട്ടിൽ വരുമ്പോൾ എത്രമാത്രം സ്പെൻഡ് ചെയ്യും എന്നുള്ളൊരു വീഡിയോ ആണിത്. എനിക്ക് പ്രത്യേകിച്ച് വേറെ കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവളുടെ ലൈഫ് ഫോളോ ചെയ്യണത്. ചെന്നൈ കിട്ടാത്തത് എന്താണ് ഇവിടെ ഉള്ളതെന്ന് ചോദിക്കുവാണെങ്കിൽ, നമ്മുടെ നാട്ടിലുള്ളതെന്ന് ചോദിക്കുവാണെങ്കിൽ, ചെന്നൈക്കാൾ ചീപ്പറായിട്ട് റണ്ണിങ് മെറ്റീരിയൽ ഇവിടെ കിട്ടും. പുള്ളിക്കാരി എല്ലാ പ്രാവശ്യം ഇവിടെ വരുമ്പോൾ റണ്ണിങ് മെറ്റീരിയൽ, ഇങ്ങനത്തെ ഗുഡ് വില്ലിന് കുറച്ച് ആക്സസറീസൊക്കെ വാങ്ങിച്ചിട്ടാണ് പോവാറ്. അപ്പോൾ ഇന്ന് നമ്മൾ ലേബലത്തിലോട്ടാണ് പോണേ. കാരണം ശിവ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഒന്ന് നോക്കൂടി, വലിയൊരു മാർഗമായിട്ട് പോണത്. ഞങ്ങളിവിടെ വന്നിട്ട് മേ ബി ഒരു 1 hour സംതിങ് ആയിട്ടുണ്ടാവും. ആൻഡ് ഇവരെല്ലാവരും ഇങ്ങനെ നടന്ന് ആൻഡ് ഐ എം വെരി ടയർഡ്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഹൗ മച്ച് വിൽ മാളു സ്പെൻഡ് ടുഡേ. ഞങ്ങൾ സക്സസ്ഫുള്ളി സ്നാക്സ് സ്നീക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തോന്നുന്നു കുറച്ചുകൂടി വാങ്ങായിരുന്നു. എല്ലാവരും ക്രിസ്മസിൽ എന്താണ് ചെയ്യാറ് യൂഷ്വലി? ഞാൻ എൻ്റെ കസിൻസ് ഇവിടുത്തെ സെമിത്തേരി വന്ന് വിസിറ്റ് ചെയ്യും. കാരണം ഇവരാണ് ലോൺലി ആയ ആൾക്കാർ. അപ്പോൾ അവർക്ക് കുറച്ച് കമ്പനിയൊക്കെ കൊടുത്ത് ലൈക്ക് ഐ ഡോണ്ട് നോ നമ്മളിവിടെ എന്താ ചെയ്യാറെന്ന്. ബട്ട് യാ വി പേ റെസ്പെക്ട് ടു ദ ഡെഡ്. ആക്ച്വലി ഞങ്ങൾ അടുത്തോടെ ഒരു അപ്പൂപ്പൻ നടന്നു പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ആരുമില്ല മാമ, ഇവർക്കല്ലേ കമ്പനി ആവശ്യം, അതും പോരെ, മതി. ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ ഡേ വിത്ത് സ്ലോട്ട്സ് വിത്ത് പർപ്പസ്. സോ 2025 തുടങ്ങുന്ന മുമ്പ് തുടങ്ങിയിട്ട് 2025 എൻ്റെ ആദ്യത്തെ ട്രിപ്പാണ്. ആൻഡ് ഐ ആം വെരി എക്സൈറ്റഡ്. I'm going to take my first trip to somewhere very special, and I'm going to take you guys with me. See you there. Bye.